Hi everyone, this is Shafi Muhammed. Welcome to this new motivational video. ഇന്നത്തെ ഈ ഒരാഴ്ചയിലെ മോട്ടിവേഷണൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ചാർജ്ഡ് ആവാൻ റെഡി ആയിട്ട് നിങ്ങൾ കാത്തിരുന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച അതിന് മുൻപത്തെ ആഴ്ചയിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈലി എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ടാസ്കുകൾ ചെയ്തു തീർത്തിട്ടുണ്ടാകും. ഒരു കാര്യം മനസ്സിലാക്കുക, അടുത്ത ആഴ്ച എത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ ആഴ്ച എത്തിയിട്ടുണ്ട്. ഈ ആഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ടാസ്കുകൾ നമ്മൾ ഉഷാറായിട്ട് ചെയ്തു തീർക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ എന്താണ് ചെയ്തു വെക്കാനുള്ളത്, എന്താണ് ചെയ്തു തീർക്കുക, ഈ ഒരു ആഴ്ചയിലെ ടാർഗറ്റ് എന്താണ്, നിങ്ങളുടെ സെയിൽസ് ടാർഗറ്റ് എന്താണ്, നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ടാർഗറ്റ് എന്താണ്, ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ബിൽഡ് ചെയ്യേണ്ട ടാർഗറ്റ് എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടാർഗറ്റ് എന്താണ്, നിങ്ങളുടെ ബിസിനസ്സിലെ ടാർഗറ്റ് എന്താണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു കംപ്ലീറ്റ് ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഹ്യൂജ് റിസൾട്ടിലേക്ക് നിങ്ങളത് ചെയ്തു തീർക്കണം. ഈ ഒരാഴ്ചയിൽ മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ആഴ്ചയിലും ഈ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരാഴ്ചയിൽ ഈ ഒരു വീഡിയോയുടെ പവർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹ്യൂജ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസിസ്റ്റൻസി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ. സോ ആർ യു റെഡി? സോ 3 കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിൽ. അപ്പം ആദ്യത്തെ ഒരെണ്ണം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു അഫർമേഷനാണ്. അഫർമേഷൻ എന്താണ്? നമ്മൾ എല്ലാ ദിവസവും നമ്മളോട് പറയുക, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ പോസിബിൾ ആവുന്ന ആ സമയത്തല്ല നമ്മൾ ഡ്രീമിനെ കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് നിങ്ങൾ പറയണം, യെസ് ഐ ക്യാൻ, ഐ വിൽ ആൻഡ് ഐ മസ്റ്റ്. അതായത് എന്താ പറയണത്, യെസ് ഐ ക്യാൻ, ഐ വിൽ ആൻഡ് ഐ മസ്റ്റ് എന്നങ്ങ് പറയുക. ഇത് നിരന്തരം പറയുക. ഇത് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് പറയാൻ ചിലപ്പോൾ മടിയുണ്ടാവും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചു, നിങ്ങൾ കാറിൽ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പറയുക, യെസ് ഐ ക്യാൻ, യെസ് ഐ വിൽ, യെസ് ഐ മസ്റ്റ് എന്ന് പറയുക. അതായത് യെസ് ഐ ക്യാൻ, ഐ വിൽ, ഐ മസ്റ്റ്. ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പറയാം. സോ എൻ്റെ കൂടെ പറയാം നിങ്ങൾ. ഈ വീഡിയോ കാണുന്ന ഇയാൾ പറയണം. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. യെസ് ഐ ക്യാൻ, യെസ് ഐ വിൽ, യെസ് ഐ മസ്റ്റ്. ഇതങ്ങ് പറയാം, പോയിട്ട് അങ്ങ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? എന്താണോ ചെയ്യാനുള്ള കാര്യം അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുക. ഇത് ഇത്രയും എഫോർട്ട് എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ട് നിങ്ങളിത് ചെയ്തിട്ടില്ല, ഇത് ചുമ്മാ കണ്ടിട്ട് രസകരമായിട്ട് കണ്ടിട്ട് അങ്ങ് വിടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക് ഔട്ട്. യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ ചിലപ്പോൾ വീട്ടിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾ വീട്ടിൽ ഓഫീസിൽ ഇറങ്ങുന്നതിന് മുൻപ് എന്ത് ചെയ്യും, വാതിലടച്ചിട്ട് ചിലപ്പോൾ വൈഫ് കിച്ചണിലായിരിക്കും, മക്കളൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പറയണം ഇത്, യെസ് ഐ ക്യാൻ, യെസ് ഐ വിൽ, ഐ മസ്റ്റ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാം. ഇത് എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന അവസരം നിങ്ങൾ പറയുക. നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. സോ നമ്പർ 1 ടിപ്പ്. ഇനി നമ്പർ 2 നമ്മൾ പറയാൻ പോവുകയാണ്. നമ്പർ 2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾക്ക് മടി വരികയാണ്, അല്ലെങ്കിൽ നമുക്കൊരു സംശയം വരികയാണ്, ഇപ്പം ചെയ്യണോ അല്ലെങ്കിൽ പിന്നെ ചെയ്യണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മളെപ്പോഴും ഡെവലപ്പ് ചെയ്യേണ്ട മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ, ഇറ്റ്സ് നൗ ഓർ നെവർ. ഇത് നമ്മളോട് പറയാം, ഒരു കമാൻഡാണ് നമ്മളെ മൈൻഡിലേക്ക് കൊടുക്കുക. ഇറ്റ്സ് ഷാഫി, ഇറ്റ്സ് നൗ ഓർ നെവർ. ഇപ്പം ചെയ്യുക, ഇപ്പം ദിസ് മൊമെന്റ്, റൈറ്റ് നൗ, ജസ്റ്റ് ഡു ഇറ്റ്. ചിന്തിച്ച് നിൽക്കാൻ സമയം കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് തോട്ടിന് സമയം കൊടുക്കരുത്. ഇപ്പം പോയിട്ട് അങ്ങ് ചെയ്യുക എന്നുള്ള മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇറ്റ്സ് നൗ ഓർ നെവർ. ഇതായിരിക്കണം ആറ്റിറ്റ്യൂഡ്. ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം ചെയ്യുന്നതിലേക്ക് എന്ത് ചെയ്യുക. ഇപ്പം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഇത് ചെയ്യില്ല, ഇപ്പം ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ഒരു റിമൈൻഡർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക, ഇപ്പം തന്നെ ചെയ്യിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഡു ഇറ്റ് റൈറ്റ് നൗ എന്നുള്ളത് പറയുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇറ്റ്സ് നൗ ഓർ നെവർ. ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിത് ചെയ്യാൻ പോകുന്നില്ല എന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കുക. ഇത് നിരന്തരം റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, മാക്സിമം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും ഇറ്റ്സ് നൗ ഓർ നെവർ, അല്ലെങ്കിൽ നാളെ ചെയ്യുക, നീട്ടി വയ്ക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നീട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള ചിന്തകൾ മൈൻഡിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കാര്യം ക്ലിയർ ആക്കണം. മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് പ്ലാൻ ചെയ്യുന്നു, മറ്റുള്ളവരെന്ത് കാര്യങ്ങൾ, അവരായിരിക്കരുത് നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യേണ്ടത്, നമ്മളായിരിക്കണം നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി 3ാമത്തെ കാര്യം നാം പറയാൻ പോവുകയാണ്. 3ാമത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഹ്യൂജ് റിസൾട്ട് തരാൻ പോകുന്ന ഒരു ടെക്നിക്കാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജ് റിസൾട്ടായിരിക്കും ലഭിക്കുക. സോ ആർ യു റെഡി ഫോർ ദാറ്റ്?
The third point is it's another mindset. അതായത് no matter what happens എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ചെയ്തിരിക്കും. അതിന് ഇനി എത്ര സമയമെടുത്താലും വേണ്ടിയില്ല, അതിന് അതല്ല വേറെ എന്ത് ചാലഞ്ചസ് വന്നാലും വേണ്ടിയില്ല, ഞാൻ അവിടെ പോയിരിക്കും, ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കും, ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞ കമ്മിറ്റ്മെൻറ്റ് അത് കീപ്പ് ചെയ്തിരിക്കും, ഞാൻ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആ കൊട്ടേഷൻ അയച്ചിരിക്കും, ഞാൻ ഇന്ന സമയത്ത് ഓഫീസിലേക്ക് വന്നിരിക്കും. ഇങ്ങനെയുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, എന്തു തന്നെ സംഭവിച്ചാലും ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതേ കുറേ കാലമായില്ലേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരുടെയും ഇഷ്യൂ എന്താണെന്ന് അറിയാം, മോട്ടിവേഷണൽ വീഡിയോസിന് അഡിക്റ്റ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസിന് അഡിക്റ്റ് ആയിരിക്കുകയാണ്. എടോ ഇയാളോട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഡു സംതിങ്. എത്ര കാലമായി ഇങ്ങനെ ഇരിക്കുന്നത്? ഡു സംതിങ്. ഇറ്റ്സ് നൗ ഓർ നെവർ ആൻഡ് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് എന്ന മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളോട് പറയുന്നത് യെസ് ഐ ക്യാൻ, യെസ് ഐ വിൽ ആൻഡ് ഐ മസ്റ്റ് പറയുക. നിങ്ങളുടെ ലൈഫ് ടോട്ടലി നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഈ വ്യക്തി ഒരുപാട് കാലമായിട്ട് വലിയ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്, വലിയ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. കേട്ടോ, അതിനെ പൊടിത്തട്ടിയെടുക്കാനും അതിനെ പോസിബിളാക്കി എടുക്കാനുള്ള അവകാശമുണ്ട്, ഇയാൾക്ക് അർഹതയുണ്ട്. സോ മേക്ക് ഇറ്റ് ഹാപ്പൻ. ഇനിയും വാപ്പൊളിച്ചിരിക്കാനുള്ളതല്ല, ഇനിയും ടൈം വേസ്റ്റ് ആക്കാനുള്ളതല്ല, കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളതാണ്. നീ ഇയാളുടെ സ്വപ്നം ഇയാൾ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കണം. അതെങ്ങനെയൊക്കെ തെളിയിക്കാം? പോയിട്ട് വർക്ക് ചെയ്ത് കാണിക്കുക, അധ്വാനിക്ക്, കഷ്ടപ്പാടുണ്ടാവും, റിസ്ക് എടുക്കേണ്ടി വരും, ഉറക്കം നഷ്ടപ്പെടുത്തേണ്ടി വരും. ബട്ട് then only you deserve it. എങ്കിൽ മാത്രമേ നിങ്ങളത് അർഹിക്കുന്നുള്ളൂ. സോ മേക്ക് ഇറ്റ് ഹാപ്പൻ, പ്രൂവ് ദാറ്റ് യു ഡിസേർവ് ഇറ്റ്. അത് തെളിയിക്കണം നിങ്ങളത് അർഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളത് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കണം. സോ ഗോ ആൻഡ് ഡു സംതിങ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഷാഫി ഇൻസ്പേഴ്സിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഇടിച്ച് പൊട്ടിക്കണം. എന്നിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ നീ പറഞ്ഞു തരണം. യെസ് വി ക്യാൻ, യെസ് വി വിൽ ആൻഡ് വി മസ്റ്റ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ആൻഡ് ഡെഫിനറ്റ്ലി മറക്കണ്ട, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഷാഫി ഇൻസ്പേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് അയക്കുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ്. സീ യു നെക്സ്റ്റ് വീക്ക് വിത്ത് അനദർ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നതുവരെ ഇപ്പോൾ വിനുവാങ്ങുകയാണ്. സ്റ്റേ മോട്ടിവേറ്റഡ്, സ്റ്റേ ചാർജ്ഡ്. സീ യു ലേറ്റർ.